ഹായ് ഡിയേഴ്സ്, നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത് കർമ്മയെക്കുറിച്ചിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കർമ്മ അവരുടെ ലൈഫിനെ എങ്ങനെ ബാധിക്കുന്നു, അതുപോലെ തന്നെ അവർ നിങ്ങളുടെ അടുത്തേക്കൊരു മാപ്പ് പറച്ചിലുമായിട്ട് വരുമോ എന്നുള്ളതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. എന്നെങ്കിലും ഒരു ക്ഷമാപണവുമായിട്ട് അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വരുമോ എന്നുള്ളതാണ് നമ്മളിന്ന് റീഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. അപ്പോൾ കാര്യങ്ങളുടെ അവസ്ഥ ശരിക്കും മാറിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ ലൈഫിൽ കർമ്മ ശരിക്കും അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മാറ്റം അവരുടെ ലൈഫിൽ ഇപ്പോൾ കറക്റ്റായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് 2 ഓഫ് പെൻറ്റിക്കിൾസ് ആണ്. ഒരിക്കൽ നല്ല പവർഫുൾ ആയിരുന്നിട്ടുള്ള വ്യക്തിയാണ് ഇപ്പോൾ തീർത്തും ഒന്നും അല്ലാത്തൊരവസ്ഥയിലാണ് ആ വ്യക്തി ആയിരിക്കുന്നത്. അതുപോലെ തന്നെ മുമ്പൊരു വിക്റ്റിമായിരുന്ന ഒന്നുമല്ലാത്ത അവസ്ഥയിൽ ഉണ്ടായിരുന്ന വ്യക്തി ഇന്നിപ്പോൾ നല്ല പവർഫുള്ളായി മാറിയിട്ടുണ്ട്. അതായത് അത് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കർമ്മ അതിൻ്റെ പണി ശരിക്കും തുടങ്ങിയിട്ടുണ്ടെന്നർത്ഥം. ഇപ്പോൾ ഈ വ്യക്തി ശരിക്കും വീക്കാണ്. അതുപോലെ തന്നെ അവരുടെ ജീവിതം ഒരു അൺബാലൻസിങ് ആയിട്ടാണ് പോകുന്നത്. അവർക്കിപ്പം അവരുടെ ആ ഒരു ശക്തിയില്ലേ, അവർ ഭയങ്കര പവർഫുൾ ആയിരുന്നു, പക്ഷെ ഇപ്പോൾ അവരുടെ ആ പവർ അല്ല ശക്തി അതെല്ലാം ഇപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർ ശരിക്കും ഒരു വീക്കായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് ഇട്ടിരിക്കുന്ന അടുത്ത കാർഡ് എന്ന് പറയുന്നത് കിങ് ഓഫ് സോർഡ്സ് ആണ്. ഒരു പരിധി വരെ അവർക്കറിയാം അവർ നിങ്ങളോട് ചെയ്തത് എന്തൊക്കെയാണെന്നുള്ളത്. പ്രത്യേകിച്ച് അവരിപ്പോൾ ഒറ്റയ്ക്കിരിക്കുന്ന ടൈമിൽ അതുപോലെ തന്നെ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ അവർക്ക് മനസ്സിലാകും അവർ നിങ്ങളോട് ചെയ്തത് എന്തൊക്കെയാണെന്ന്. അതായത് അങ്ങനെ നമ്മൾ ഒരു സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്ത് കൂട്ടിയത് എന്നുള്ളത് നമ്മുടെ മൈൻഡിലേക്ക് വരുന്നത്. അപ്പോൾ അതവർക്ക് മനസ്സിലാകും അവരെന്തൊക്കെയാണ് നിങ്ങളോട് ചെയ്തതെന്ന്. എന്നിരുന്നാൽ പോലും ഈ ചിന്തകൾക്ക് പിന്നിൽ പലപ്പോഴും അതായത് ഇങ്ങനത്തെ ചിന്തകൾ വരുന്നുണ്ടല്ലോ, അയ്യോ ഞാൻ ആ വ്യക്തിയോട് ഇന്നതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിങ്ങനെ റിഗ്രറ്റ് തോന്നുന്ന ചിന്തകൾ വരുന്ന ടൈമിൽ പോലും പലപ്പോഴും ഈ ഒരു എന്താ പറയുക, അങ്ങനെ നമ്മളെ മിസ്യൂസ് ചെയ്ത ആ ചിന്തകളെ പോലും ന്യായീകരിക്കുന്ന വേറെ ചിന്തകൾ വരുന്നുണ്ട്. മനസ്സിലായോ? അതായത് ഇപ്പം നിങ്ങളെ ഒരു തരത്തിൽ വേദനിപ്പിച്ചു, അതിനെക്കുറിച്ചിട്ട് അവർ പശ്ചാത്താപിക്കുന്ന ചിന്തകൾ അവരുടെ ഉള്ളിൽ വരുമ്പോൾ ആ ചിന്തകളെ ന്യായീകരിക്കുന്ന വേറെ ചിന്തകൾ അവർക്ക് വരണുണ്ടെന്ന്. അതാണിപ്പോൾ നമ്മളോട് പറഞ്ഞത്. നിങ്ങളിപ്പോൾ അവരിൽ നിന്ന് അകന്നു പോയത് ശരിക്കും അവരുടെ എനർജി മുഴുവനും ചോർത്തിക്കളഞ്ഞു. കാരണം അവരുടെ കൂടെ നിങ്ങളുണ്ടായിരുന്നത് ശരിക്കും അവർക്കൊരു ഐശ്വര്യം പോലെ തന്നെ ആയിരുന്നു. അപ്പോൾ അവരെ നിങ്ങൾ ഉപേക്ഷിച്ചു പോകുമ്പോൾ അവരുടെ നല്ല എനർജി മുഴുവനും അവരിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത് പോകും. നിങ്ങൾ എങ്ങോട്ട് പോകണോ അപ്പോൾ നിങ്ങളുടെ കൂടെ തന്നെ ആ എനർജിയും പോകും. അപ്പോൾ നിങ്ങൾ നല്ല പോസിറ്റീവ് എനർജി ഉള്ള ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അവരുടെ ലൈഫിൽ നിന്ന് ആ പോസിറ്റീവ് എനർജിയും നിങ്ങളുടെ ഒപ്പം തന്നെ പടിയിറങ്ങുന്നതായിരിക്കും. നിങ്ങളുടെ എനർജി മുഴുവനും ഡ്രെയിൻ ചെയ്യുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് അവർ എന്താ പറയുക, അവരുടെ കൂടെ നിങ്ങൾ നിൽക്കുന്ന ടൈമിൽ നിങ്ങളുടെ നല്ല എനർജി അവർ ഡ്രെയിൻ ചെയ്യുന്നുണ്ടാവും. പിന്നെ ചില നല്ല വാർത്തകളുമായിട്ട് അവരുടൻ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. അടുത്ത നമുക്ക് കിട്ടിയിരിക്കുന്നത് 5 ഓഫ് വാൻഡ്സ് ആണ്. ഇത് അതായത് ഉണ്ടല്ലോ, നിങ്ങളിപ്പോൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് വീണ്ടും നല്ല വാർത്തകളൊക്കെ ആയിട്ട് വരും, നമ്മളിപ്പോൾ പറഞ്ഞല്ലോ. പക്ഷേ അവരെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ തിരിച്ചു വീണ്ടും സ്വീകരിച്ചാൽ
അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അവരെ തിരിച്ചു കൊണ്ടുവരുമെന്ന് വെച്ചോ, അത് ശരിക്കും നിങ്ങളുടെ ലൈഫിൽ വീണ്ടും ഓരോ സംഘർഷങ്ങൾ ഉണ്ടാവാൻ ഇടയാകുമെന്നാണ് യൂണിവേഴ്സ് നമ്മളോട് പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾക്ക് തരുന്ന മുന്നറിയിപ്പ്.